പല സിനിമകളിലും അഥവാ സോഷ്യൽ മീഡിയയിലുള്ള പല വീഡിയോസിലും ക്രിയേറ്റേഴ്സ് ഓഡിയൻസിനെ പിടിച്ചെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഫൈനലി എഡിറ്റിംഗ്. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ 3 കിടിലൻ ട്രാൻസിഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഈ 3 ട്രാൻസിഷൻസ്, എന്തിനാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യാം, അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ദിസ് വീഡിയോ ഈസ് ഫോർ യു. നിങ്ങൾക്ക് സമയം പോകുന്നുണ്ട് എന്ന് കാണിക്കണം, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ സ്പീഡാക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ജംപ് കട്ട് യൂസ് ചെയ്യുന്നത്. ജംപ് കട്ട് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ എപ്പോഴും സ്റ്റഡി ആയിട്ട് വേണം ഇരിക്കാൻ. സബ്ജക്റ്റ് അല്ലാണ്ട് വേറെ ഒന്നും അനങ്ങാൻ പാടില്ല. ഇതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ ഒരു ടൈം ലൈൻ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട 2 ഭാഗത്ത് അത് സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം നടുക്കത്തെ ഭാഗം എടുത്ത് കളയാം. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ ടൈം ലൈനായിട്ട് കിട്ടും. അതാണ് നമ്മുടെ ജംപ് കട്ട്. ജെ ആൻഡ് എൽ കട്ട് എന്ന് പറയുന്നത് ശരിക്കും 2 തരം കട്ടാണ്. ജെ വേറെ, എൽ വേറെ. ഒരു ക്ലിപ്പ് തീരുന്നതിന് മുമ്പ് അടുത്ത ക്ലിപ്പിന്റെ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ജെ കട്ട്. എക്സാമ്പിൾ ആയിട്ട് ഒരു ക്ലിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവസാന ക്ലിപ്പിന്റെ ഓഡിയോ കുറച്ച് ഭാഗം കാണിക്കുന്നതാണ് എൽ കട്ട്. ഇതിൻ്റെ പേര് വരാൻ കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഷേപ്പ് ഡിഫറൻസ് ആണ്. അതിനത് എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ മുമ്പത്തെ ക്ലിപ്പിൻ്റെ ഓഡിയോ കുറച്ച് ഭാഗം ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. ഫൈനലി മൈ ഫേവറേറ്റ്, മാച്ച് കട്ട്. നമ്മൾ പിടിക്കേണ്ട ഒരു സീനിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ പിന്നിലോ എന്തെങ്കിലും ഒരു സംഭവം കോമൺ ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മാച്ച് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാച്ച് കട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം ഇതിങ്ങനെ വരണം എന്ന്. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു റുബിക്സ് ക്യൂബ് ഉണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ മാച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. ഞാനിവിടെ ഫോട്ടോയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ചെയ്യുമ്പോൾ ഗ്രിഡ് ലൈൻ ഓൺ ആക്കിയിടണം. അതിനുശേഷം നിങ്ങളുടെ സബ്ജക്റ്റ് ഗ്രിഡ് ലൈൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ ഫോട്ടോ എടുക്കണം. നിങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ്. നിങ്ങൾക്ക് വേറെ ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഫോട്ടോ സെക്ഷൻ എടുത്ത് നമ്മുടെ ഫോട്ടോസ് നമുക്ക് വേണ്ട രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ടിക്ക് നെക്കി അത്യാവശ്യം വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പ് എടുക്കുക, ശേഷം ഡ്യൂപ്ലിക്കേറ്റ് നിൽക്കുക, അതിനുശേഷം സൈഡിൽ കാണുന്ന സ്വിച്ച് നിൽക്കുക. അതിനുശേഷം അതൊന്ന് ഡ്രാഗ് ചെയ്ത് മുന്നേക്ക് കൊണ്ടുവരിക. ആ ക്ലിപ്പിൻ്റെ ഒപ്പോസിറ്റി കുറച്ച് വയ്ക്കുക. അതിനുശേഷം തൊട്ടടുത്തടുത്ത ക്ലിപ്പുകൾ സെലക്ട് ചെയ്തുകൊണ്ട് റുബിക്സ് ക്യൂബിൻ്റെ എഡ്ജസ് കറക്റ്റാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ഡ്യൂറേഷൻ കുറയ്ക്കുക, സൈഡിലുള്ള അപ്ലൈ ടു ഓളുമ്പോൾ നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട മ്യൂസിക്കോ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സോ ആഡ് ചെയ്യുക. വീഡിയോ ഇത്ര പേര് കണ്ടവർക്ക് ഒരു ബോണസ് ആയിട്ടൊരു സംഭവമുണ്ട്, കട്ടവേഷൻ. നമ്മൾ എന്തെങ്കിലും സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ കാണുന്ന ആൾക്ക് അത് കുറച്ച് ബോറായിട്ട് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഷോട്ട് എടുക്കും. ആ ഷോട്ട് ചുമ്മാ വന്നിട്ട് പെട്ടെന്ന് പോകും. അതാണ് കട്ടവേഷൻ. മഞ്ഞുമൽ ബോയ്സ് സിനിമയിലത്തെ ഈ ഒരു സീൻ എടുക്കാം. ഇവിടെ ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ പെട്ടെന്നൊരു ഷോട്ട് ഇട്ടു. അതിനുശേഷം അവർ വീണ്ടും നടക്കുന്നത് കാണിക്കണം. അപ്പോൾ നമുക്കൊരു ബോറടിക്കുന്ന ഫീൽ കിട്ടില്ല. അതാണ് കട്ടവേഷൻ. സിമ്പിൾ ബട്ട് പവർഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.